ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റുദർഫോർഡിന്റെ ആറ്റം മോഡലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അയാളുടെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട രണ്ട് ടേംസ് ആണ്, രണ്ട് ടേമുകൾ. അതിൽ ഒന്നാമത്തെ ടേം ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നാണ്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, ആ പേര് തന്നെ ഉണ്ട് കേട്ടോ. അതെന്താണ് എന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, നോക്കാം. റുദർഫോർഡ് എന്താ ചെയ്തത്? ഒരു ആൽഫ പാർട്ടിക്കിളിനെ ഗോൾഡ് ന്യൂക്ലിയസിനടുത്തേക്ക് ബൊമ്പാർഡ് ചെയ്യാണ് ചെയ്തത്, അല്ലേ? അങ്ങനെ പോയി സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ അതിനെ അങ്ങോട്ടേക്ക് എമിറ്റ് ചെയ്യുക ചെയ്തത്. അപ്പം ഇവിടെ നമ്മൾ വിചാരിക്കുക ഇതാണ് ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ആ ഗോൾഡിന്റെ ന്യൂക്ലിയസ് ആണിത്. ഗോൾഡിന്റെ ആറ്റോമിക് നമ്പറും നമുക്കറിയില്ല, നമുക്ക് Z എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ZE എന്ന് പറയുന്ന അത്രയും നമ്പർ ഓഫ് പ്രോട്ടോൺസ്, Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉള്ള ആളാണ്. സോ ZE ചാർജ് ഉണ്ട്, അല്ലെ? പ്ലസ് ZE ചാർജ് ഉണ്ട് ഇയാൾക്ക്. ഇയാൾ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അവിടേക്കാണ് നമ്മളൊരു റേഡിയോ ആക്റ്റീവ് എലമെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ആൽഫ പാർട്ടിക്കിളിനെ അങ്ങോട്ടേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ ആൽഫ പാർട്ടിക്കിൾ എങ്ങോട്ടേക്ക് പോകണം? ഇതിനടുത്തേക്ക് പോകണം, അല്ലേ? ആൽഫ പാർട്ടിക്കിൾ ഇയാളുടെ അടുത്തേക്ക് പോകണം. ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്, അല്ലേ? ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജും പോസിറ്റീവ് തന്നെയാണ്. സോ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം. നമുക്കറിയാം, അക്കോർഡിംഗ് ടു കുളോംസ് ലോ, രണ്ട് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർ പരസ്പരം അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തുണ്ടാവും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും, അല്ലേ? റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവുക. സെയിം ചാർജ് ആണ്, സോ റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. ഈ റിപ്പൾസീവ് ഫോഴ്സ് കാരണം അവിടുന്ന് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഇയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന കാരണം ഇവിടുന്ന് ഒരു വലിയ കൈനറ്റിക് എനർജിയോട് കൂടി വരുന്ന ഈ ആൽഫ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കുറയാണ്, അല്ലേ? കാരണം അവിടുന്ന് റിട്ടാർഡിങ് ഫോഴ്സ് ആണ് ഇയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്നത്. സോ ഇയാളുടെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്നു. ദാറ്റ് ഈസ് റിട്ടാർഡ് ചെയ്യാണ്. വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞ് എവിടെയോ ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യും? വെലോസിറ്റി സീറോ ആവും. ആ സീറോ വെലോസിറ്റി ഇയാൾ ടച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ടച്ച് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇയാൾ എന്തായിട്ടുണ്ടാവും? സീറോ വെലോസിറ്റിയിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദ ഹോൾ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടു സീറോ. ഇത് മൊത്തം എന്തായി പോയി? സീറോ ആയി പോയി. ലെറ്റ് ദാറ്റ് പോയിന്റ് ബി ദിസ്. ഈ പോയിന്റ് ആണത്. ഈ പോയിന്റിൽ വെച്ചാണ് എന്തായത്? കൈനറ്റിക് എനർജി സീറോ ആയത് കേട്ടോ. ഇതാണ് ആ പോയിന്റ്. ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എന്തായി മാറി? സീറോ ആയി മാറി. ഇപ്പോ ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവരുടെ സെൻട്രൽക്കിടയിലെ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? നമുക്ക് R എന്ന് വിളിക്കാം, R0 എന്ന് വിളിക്കാം. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, ആ പോയിന്റിൽ ഈ ആൽഫ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആണ്. അയാൾ റെസ്റ്റിലാണുള്ളത് കേട്ടോ. അയാൾ റെസ്റ്റിൽ അവിടെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴും അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വെച്ച് അയാളുടെ വെലോസിറ്റി സീറോ ആവുകയും അയാൾ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് അതുപോലെ എന്ത് ചെയ്യും? അയാളുടെ പാത്ത് റീട്രേസ് ചെയ്യുകയും ചെയ്യും. 180 ഡിഗ്രി നേരത്തെ വന്ന ആളുണ്ടല്ലോ, അയാളാണിത് കേട്ടോ. അപ്പം അവിടുന്ന് ഒരു വലിയ കൈനറ്റിക് എനർജിയിൽ വരുന്നു, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു, സീറോ വെലോസിറ്റിയിലേക്ക് പോകുന്നു, തിരിച്ച് അതേ പാത്തിൽ റീട്രേസ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഇയാൾക്ക് സംഭവിക്കുന്നത്. അങ്ങനെ റീട്രേസ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുൻപ് അയാൾക്ക് ന്യൂക്ലിയസുമായി അടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അകലം, ആ അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് R0 എന്നാണ്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് between the alpha particle and the nucleus just before it starts to retrace its path. തൊട്ട് മുമ്പ്, അല്ലേ? അയാളുടെ പാത്ത് റീട്രേസ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് അയാളും സെന്റർ ഓഫ് ദ ന്യൂക്ലിയസും സെന്ററും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഡെഫിനിഷൻ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് കാണാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തെയുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ തുടക്കത്തിൽ, അതായത് ഈ ന്യൂക്ലിയസിന്റെ എഫക്റ്റിന് പുറത്ത്, അല്ലേ? ന്യൂക്ലിയസിന് ഇയാളെ ആകർഷിക്കാനോ വികർഷിക്കാനോ കഴിയുന്നതിന്റെ മുൻപേ
ഇയാളെ റിപ്പൽ ചെയ്യാനോ അട്രാക്ട് ചെയ്യാനോ പറ്റുന്നതിന്റെ പുറത്തുള്ള സ്ഥലത്ത് ഈ ആൽഫ പാർട്ടിക്കിൾ ഉണ്ടായിരുന്ന ഒരേ ഒരു എനർജി ആരായിരുന്നു? കൈനറ്റിക് എനർജി ആയിരുന്നു. അത് എത്രയാണ്? ഹാഫ് mv² ആണ്. അയാൾ v വെലോസിറ്റിയിൽ വരുന്നു, അയാൾക്ക് ഹാഫ് mv² എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. ആ എനർജിയുമായിട്ടാണ് ഇയാൾ എങ്ങോട്ടേക്ക് വന്ന് കയറുന്നത്? ഈ ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിനകത്തേക്ക് വന്ന് കയറുന്നത്, അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇയാളുടെ ഈ കൈനറ്റിക് എനർജി, ആ കൈനറ്റിക് എനർജി കൊടുക്കുന്ന ആ ഡയറക്ഷനെതിരെ എന്ത് ചെയ്യുന്നു? ഈ റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അത് റിട്ടാർഡിങ് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അയാളുടെ എന്ത് ചെയ്യുന്നു? അയാളുടെ എ പാർട്ട് ഓഫ് എനർജി അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഈ ഫോഴ്സിനെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്നു. ആ ഫോഴ്സ് മറികടക്കാൻ വേണ്ടി അയാൾക്ക് എ പാർട്ട് ഓഫ് എനർജി ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെ അയാളുടെ കൈനറ്റിക് എനർജി കുറയാണ്. നമുക്കറിയാം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അത് ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണ്. സോ ഇയാളുടെ കൈനറ്റിക് എനർജി കുറയുന്നുണ്ട്, അയാൾ കൈനറ്റിക് എനർജി മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എനർജി ഇല്ലാതായി പോകുന്നുണ്ടോ? ഇല്ല. ഇയാളുടെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറുക ചെയ്യുന്നത്? ഇയാളുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക ചെയ്യുന്നത്. ഇവിടെ ഏത് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇയാൾക്ക് കിട്ടുന്നത്? നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് മാത്രമല്ല ഉള്ളത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഉള്ളത്. അതിലൊരു ഹൈറ്റ് ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി. പിന്നെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അത് സ്ട്രെയിൻ കാരണം ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന എനർജിയാണ്. മൂന്നാമത്തതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും കണ്ടതാണ്. ആ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇയാൾക്ക് ഇവിടെ കിട്ടുന്നത്, അല്ലേ? ഒരു ചാർജിന്റെ ഫീൽഡിൽ വന്ന് നിൽക്കുമ്പോൾ മറ്റൊരു ചാർജിന് കിട്ടുന്ന ആ പൊട്ടൻഷ്യൽ എനർജി, അതാണ് ഇയാൾക്ക് ഇവിടെ കിട്ടുന്നത്. ആ സോഴ്സ് ചാർജിനോട് അടുക്കും തോറും ഇയാളുടെ എനർജി എന്ത് ചെയ്യും? കൂടി കൂടി വരും, അല്ലേ? ഇയാളുടെ പൊട്ടൻഷ്യൽ എനർജി കൂടി കൂടി വരും. അപ്പൊ ആക്ച്വലി ഇയാളുടെ കൈനറ്റിക് എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പം ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി 0 ആണെങ്കിൽ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി ആർക്ക് ഈക്വൽ ആയിരിക്കും? ഇവിടുത്തെ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കണ്ടേ? കാരണം ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? 0 കാരണം ഇയാളുടെ ആകർഷണ വലയത്തിന് പുറത്താണ് ഇയാളുള്ളത്, അല്ലേ? ആ ഫീൽഡിന് പുറത്തുള്ളത്. അതിനകത്തേക്ക് കയറുമ്പോൾ കൈനറ്റിക് എനർജി എന്താവുന്നു? ഈ പോയിന്റ് വെച്ച് 0 ആവും. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എന്തായിരിക്കണം? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് mv² ആയിരിക്കണ്ടേ? കാരണം എനർജി എന്ന് പറഞ്ഞാൽ കൺസേർവ്ഡ് ആണ്, ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ നമ്മൾ ഈ പോയിന്റ് ആണ് എടുക്കുന്നത്. Okay, the whole kinetic energy of the alpha particle get converted into എന്തായിട്ട് കൺവേർട്ട് ചെയ്തത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, അല്ലേ? അപ്പൊ നമ്മൾ പറയും, ആ കാര്യം എഴുതി വെച്ചിട്ട് താഴെ നമ്മൾ എഴുതും PE is equal to half mv², അല്ലെങ്കിൽ half mv² equal to പൊട്ടൻഷ്യൽ എനർജി, അല്ലേ? പൊട്ടൻഷ്യൽ എനർജി. ഇത് നമുക്ക് വേണമെങ്കിൽ A എന്നുള്ള പോയിന്റ് ആയിട്ട് എടുക്കാം, ഇത് നമുക്ക് B എന്നുള്ള പോയിന്റ് ആയിട്ട് എടുക്കാം. അപ്പം ഹാഫ് mv² ഈക്വൽ എന്താണ്? കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി അറ്റ് B ആണ്. B എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദാറ്റ് ആൽഫ പാർട്ടിക്കിൾ അറ്റ് B? ബിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം 1/4πε0. ഒരു വേറൊരു ചാർജിന്റെ, സോഴ്സ് ചാർജിന്റെ അവിടെ വന്ന് നിന്നാൽ അയാളുടെ മുകളിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2/R ആണ്, അല്ലേ? Q1 Q2/R ആണ്. സോ നമുക്കറിയാം ഇക്വേഷൻ എന്താ വരിക? 1/4πε0 Q1 Q2 എന്ന് പറഞ്ഞാൽ ZD ഉണ്ട്, ഇയാളുടെ എത്രയാണ്? 2E ആണ്, അല്ലേ? 2E പ്ലസ് ആണ് 2E. അപ്പൊ എന്ത് വരും? ZE into 2E ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞാൽ ഏതാ ഇവർക്കുള്ള ഡിസ്റ്റൻസ്? R0, അല്ലേ? R0 സെന്റർ ഓഫ് ദ ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് R0 ആണ്. സോ ഹാഫ് mv² ഈക്വൽ എന്താന്ന് കിട്ടി? ഇങ്ങനെ ഇക്വേഷൻ കിട്ടിയില്ലേ? നമുക്ക് എന്തിന്റെ ഇക്വേഷൻ ആവേണ്ടേ? നമുക്ക് R0യുടെ ഇക്വേഷൻ ആവേണ്ട കേട്ടോ. അപ്പൊ R0 നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. R0 ഈക്വൽ ടു എന്ത് വരും? R0 ഈക്വൽ ടു നമ്മൾ ഈ 1/2 അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 2 ആവും, മുകളിലാവും, അല്ലേ? അപ്പം ഇവിടെ ആണെങ്കിൽ എന്തുണ്ട്? 2ZE ന്റെ 2E ആണ്. അപ്പൊ 2ZE² എന്ന് വരും. അപ്പം പിന്നെ mv² താഴോട്ടേക്കാണ് വരിക. അപ്പൊ എല്ലാം കൂടെ മാറ്റി കഴിഞ്ഞാൽ 1/2πε0. ഈ 2ഉം 4ഉം ക്യാൻസൽ ആയി, ബാക്കി 2 1/2πε0. mv² മുകളിലേക്ക് പോകുന്നു, സോറി താഴോട്ട് വരുന്നു. അപ്പോൾ 2ZE² ഡിവൈഡഡ് ബൈ mv² താഴോട്ടേക്ക്, mv², 2ZE² ഡിവൈഡഡ് ബൈ mv². വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാഫ് mv² മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട്
ഹാഫ് എം വി സ്ക്വയർ മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകാം, ഇത് മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ഇങ്ങനെ എഴുതാം. എന്നിട്ട് എന്ത് പറയാന്ന് വെച്ചാൽ ഈ ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു കൈനറ്റിക് എനർജി ആണെന്ന് പറയാം. അപ്പം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടും. 1/4πε0 2ze സ്ക്വയർ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി, അങ്ങനെയും പറയാം കേട്ടോ. ഇനി അഥവാ കൈനറ്റിക് എനർജി നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ 2 അംഗങ്ങളുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. തൽക്കാലം ഇക്വേഷൻ കൈനറ്റിക് എനർജിയുടെ ടൈമിൽ പറയാം. സോ R0 ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ച് R0 is equal to 1/4πε0 2ze സ്ക്വയർ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി. ഈ Z എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ പാർട്ടിക്കിൾ ഏതാണോ അയാളുടെ ആറ്റോമിക് നമ്പർ ആണ് Z എന്ന് പറയുന്നത് കേട്ടോ. E എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ ചാർജ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിന്റെ നേരെ പോസിറ്റീവ് ചാർജ് ആണ്. E എന്ന് പറഞ്ഞാൽ +1.6 into 10⁻⁻19 കൂളോം. Z എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ കേട്ടോ. 1/4πε0 9 into 10⁻9 ആണ് നമുക്കറിയാം. അപ്പം ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ചിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ജസ്റ്റ് ബിഫോർ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റീട്രേസ് ഇറ്റ്സ് പാത്ത്, അല്ലേ? പാത്ത് റീട്രേസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ, അയാളുടെ അല്ലെങ്കിൽ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടേൺസ് ബാക്ക് ബൈ 180 ഡിഗ്രി. 180 ഡിഗ്രി തിരിയുന്നതിന് മുമ്പേ അവൈലബിൾ ഉള്ള സ്മോളസ്റ്റ് അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ച് എന്ന് പറയും. ഓക്കെ ആണല്ലോടാ? അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത് നമുക്ക് പറയാനുള്ള ഒരാളെന്ന് പറയുന്നത് ഇമ്പാക്ട് പാരാമീറ്റർ ആണ്. ഇമ്പാക്ട് പാരാമീറ്റർ. അപ്പോൾ ആ പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട, വളരെ ചെറിയ സാധനമാണ്. ഇപ്പം നമ്മുടെ റുദർഫോർഡ് ചെയ്ത കാര്യം തന്നെ എന്താ ചെയ്തത്? ഒരു ന്യൂക്ലിയസിലേക്ക് എന്ത് ചെയ്യണം? ആൽഫ പാർട്ടിക്കിളിനെ പറഞ്ഞു വിടുകയാണ്, അല്ലേ? ന്യൂക്ലിയസിനകത്തേക്ക് ആൽഫ പാർട്ടിക്കിളിനെ പറഞ്ഞു വിടുകയാണ്. അപ്പം ഈ ആൽഫ പാർട്ടിക്കിൾ നേരെ പോവുകയാണെങ്കിൽ ശരി, നേരെ പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും, നേരെ അങ്ങനെ തന്നെ തിരിച്ചു വരും. ഇനി സപ്പോസ് ഇയാൾ അങ്ങനെ നേരെയല്ല വിടുന്നത്, ഇതിപ്പം സെന്റർ ഓഫ് ന്യൂക്ലിയസ് ആണ് വിചാരിക്കുക. ഇപ്പൊ സെന്റർ ഓഫ് ന്യൂക്ലിയസിന് എലോങ് ആയിട്ടുള്ള ലൈനാണിത് കേട്ടോ. ആ സെന്ററിലൂടെ കടന്നു പോകുന്ന ആ ലൈനാണിത്. ഈ ലൈനിലൂടെ കടത്തി വിട്ടാൽ മാത്രമേ അയാൾ അങ്ങനെ നേരെ പോയിട്ട് എന്ത് ചെയ്യുള്ളൂ? തിരിച്ചങ്ങോട്ട് വരുള്ളൂ, അല്ലെ? കുറച്ച് വളഞ്ഞു പോയി അയാൾ പോയിട്ട് തിരിച്ച് അങ്ങനെ തന്നെ വരുള്ളൂ. പക്ഷേ അങ്ങനെ അല്ല എന്ന് വിചാരിക്കാം. ഈ ലൈനിലൂടെ അല്ല, ലൈന് കുറച്ച് മുകളിലൂടെ താഴെ കൂടെ ആണ് എന്ത് ചെയ്യുന്നത്? ഇയാള് ആൽഫ പാർട്ടിക്കിളെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നത് വിചാരിക്കാം. That is, the alpha particle is going to the, അല്ലെങ്കിൽ striking to the nucleus when it is far away from the nucleus, away from the center of nucleus, അല്ലേ? ആ സെന്റർ ഓഫ് ന്യൂക്ലിയസ് നിന്ന് ഫാർ അവേ ആയിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണ് അയാൾ പോകുന്നതെങ്കിൽ, ഇപ്പം സപ്പോസ് നമുക്ക് ഇവിടെയാണെന്ന് വിചാരിക്കാം, ഇങ്ങനെയാണ് ഇയാൾ പോകുന്നത്, ആൽഫ പാർട്ടിക്കിളാണിത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ 180 ഡിഗ്രിയിൽ എന്താവാൻ സാധ്യതയില്ല? 180 ഡിഗ്രി വരാൻ സാധ്യതയില്ല, അല്ലേ? കാരണം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കിട്ടില്ല. ഇയാളിങ്ങനെ പയ്യെ ന്യൂക്ലിയസിനോട് അടുക്കും. ഇതാണ് ഇയാളുടെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്കാണ് ഇയാളുടെ വെലോസിറ്റി. ഏകദേശം ന്യൂക്ലിയസിന് അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസ് ഇയാളെ റിപ്പൽ ചെയ്യുമ്പോൾ ഇയാൾ എന്താ സംഭവിക്കുന്നത്? ഇയാള് ഒരു ലാർജ് ആംഗിൾ ഇയാൾ എന്ത് ചെയ്യുന്നു? ഡിഫ്ലക്ട് ചെയ്യുന്നു, അല്ലേ? അയാള് ന്യൂക്ലിയസിൽ നിന്നും ഡിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു ലാർജ് ആംഗിൾ ഡിഫ്ലക്ഷൻ കാണിക്കും. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു തീറ്റ ആംഗിൾ ഡിഫ്ലക്ഷൻ ആണ്. ശരിക്കും ഇയാൾ പോകേണ്ട പാത്ത് ഇങ്ങനെയായിരുന്നു. അവിടെ ഒരു തീറ്റ ആംഗിൾ ഡിഫ്ലക്ഷൻ ആണ് ഇയാൾ കാണിച്ചിട്ടുള്ളത്. ഈ തീറ്റയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഈ തീറ്റയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്താ? ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഇയാളുടെ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞു. വെലോസിറ്റി വെക്ടർ, ഈ വെലോസിറ്റി വെക്ടറും സെന്റർ ഓഫ് ദ ന്യൂക്ലിയസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതിനെ സ്മോൾ ബി എന്ന് വിളിക്കാം. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഇമ്പാക്ട് പാരാമീറ്റർ. സോ the perpendicular distance between the velocity vector and the center of nucleus when the alpha particle is far away from the center is called impact parameter. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം,
ഈ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെങ്കിൽ, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എപ്പോഴാണ് 180 ഡിഗ്രി ആവുക? ഇത് കൂടെ പോകുമ്പോൾ അല്ലെ, ഇങ്ങനെ പോകുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. ഇഫ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, ഇമ്പാക്ട് പാരാമീറ്റർ ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല, നേരെ പോയി നേരെ ഇങ്ങോട്ട് വരികയാണ് അല്ലെ, സെന്ററിൽ കൂടി തന്നെയാണ് പോകുന്നത്. സോ വെൻ, അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയാം, വെൻ ഇമ്പാക്ട് പാരാമീറ്റർ ഈക്വൽ ടു 0, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതാണ് അതിനകത്തുള്ള എന്തെന്ന് പറയുന്ന ഒരു പോയിന്റ് എന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ എഴുതാം ഇമ്പാക്ട് പാരാമീറ്ററിന്. B is equal to 1/4πε0. ഇതിന് ഡെറിവേഷൻ ഒന്നുമില്ല, തൽക്കാലം ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി. Z E square divided by kinetic energy into cot θ/2. ഇതാണ് ആരുടെ ഇക്വേഷൻ? നമ്മുടെ ഇമ്പാക്ട് പാരാമീറ്ററിന്റെ ഇക്വേഷൻ ആണ്. B is equal to Z E square divided by 4πε0 into kinetic energy into cot θ/2. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. എന്താണ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന ഡെഫിനിഷൻ ഓർത്തിരിക്കുക. ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെലോസിറ്റി വെക്ടർ ആൻഡ് ദി സെന്റർ ഓഫ് ന്യൂക്ലിയസ് വെൻ ദി ആൽഫ പാർട്ടിക്കിൾ ഈസ് ഫാർ അവേ ഫ്രം ദി ന്യൂക്ലിയസ്. ഓക്കെ, ഇക്വേഷൻ ഓർത്തിരിക്കുക. ഡെറിവേഷൻ ഒന്നുമില്ല, ഇക്വേഷൻ മാത്രം കേട്ടോ. ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ റുദർഫോർഡിന്റെ ആറ്റം മോഡലുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ഡ്രോബാക്ക് നമ്മൾ കണ്ടല്ലോ അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആറ്റം മോഡലായ ബോർസ് ആറ്റം മോഡലിനെ കുറിച്ച് സംസാരിക്കാം. ബോറിന്റെ ആറ്റം മോഡൽ. ബോർസ് ആറ്റം മോഡൽ. അപ്പം റുദർഫോർഡിന്റെ ഈ ആറ്റം മോഡലിന്റെ ഈ ഡ്രോബാക്കുകളൊക്കെ പരിഹരിക്കാൻ ഒരു 1913 ഒക്കെ ആകുമ്പോഴത്തേക്ക് നീൽസ് ബോർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് വരികയാണ്. നീൽസ് ബോർ. അപ്പോഴത്തേക്ക് ഐൻസ്റ്റീനും മാക്സ് പ്ലാങ്ക് ഒക്കെ കൂടി ഡെവലപ്പ് ചെയ്ത ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ഏകദേശം ഫിസിക്സിന്റെ ലോകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ക്ലബ് ചെയ്തുകൊണ്ട് റുദർഫോർഡിന്റെ തന്നെ ചില കണ്ടുപിടുത്തങ്ങളെ, ചില കൺക്ലൂഷനുകളെ ശരിവെച്ചുകൊണ്ടുമാണ് ഇതിനൊക്കെ ഒന്ന് ക്ലബ് ചെയ്യാണ് ശരിക്കും നീൽസ് ബോർ ചെയ്തത്. റുദർഫോർഡിന്റെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അത് അന്ന് ഡെവലപ്പായിരുന്ന ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പറയുകയാണ് ബോർ ചെയ്തത്. അത് ഏറെക്കുറെ ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ നീൽസ് ബോറിന് കഴിഞ്ഞു. നേരത്തെ ആൻസർ ചെയ്യാൻ പറ്റാതിരുന്ന പല പ്രശ്നങ്ങളും നീൽസ് ബോർ എന്ത് ചെയ്തു? ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതാണ് ബോറിന്റെ ആറ്റം മോഡൽ. അതാണ് അതിന്റെ വിജയവും. നമുക്ക് നോക്കാം എന്താണ് പുള്ളിക്കാരൻ ചെയ്തതെന്ന്. പുള്ളിക്കാരൻ ഈ ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടം തിയറി വെച്ചിട്ട്, മാക്സ് പ്ലാങ്കും ഐൻസ്റ്റൈനൊക്കെ കൂടി ഡെവലപ്പ് ചെയ്ത ക്വാണ്ടം തിയറി വെച്ചിട്ട് അതും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് 3 പോസ്റ്റുലേറ്റുകളാണ് മുന്നോട്ട് വെച്ചത്. അതിനു മുമ്പ് ആദ്യം പുള്ളിക്കാരൻ എന്ത് ഡിനൈ ചെയ്യുന്നില്ല? റുദർഫോർഡിന്റെ കണ്ടുപിടുത്തമായ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്, the positive charge is concentrated in a small region which is called a nucleus. ഇതൊന്നും പുള്ളിക്കാരൻ എതിർക്കുന്നില്ല കേട്ടോ, ഇതൊക്കെ അംഗീകരിക്കുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് ആറ്റം ഉള്ളത്. ആറ്റം എന്ന് പറയുന്നത് സെൻട്രൽ ന്യൂക്ലിയസ് ഉള്ള, ആ ന്യൂക്ലിയസിൽ മുഴുവൻ പോസിറ്റീവ് ചാർജും ഏകദേശം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ സാധനം തന്നെയാണ് ആറ്റം എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാണ്, സംശയമൊന്നുമില്ല. പക്ഷേ റുദർഫോർഡ് ആദ്യമായി പറയുന്ന കാര്യം, നീൽസ് ബോർ ആദ്യമായി പറയുന്ന കാര്യം, ഈ ഇലക്ട്രോൺസ് ആറ്റത്തില് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് തോന്നിയ റേഡിയസിലൊന്നുമല്ല, ഒരു ഫിക്സഡ് ഓർബിറ്റിലൂടെയാണ്. ഒരു ഫിക്സഡ് ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നത് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് നീൽസ് ബോർ ആണ്. റുദർഫോർഡ് അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. ആ ഫിക്സഡ് ഓർബിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഓർബിറ്റുകൾക്കൊക്കെ ഒരു പെർട്ടിക്കുലർ എനർജി ലെവൽ ഉണ്ടാവും, ഒരു റേഞ്ച് ഓഫ് എനർജി ഉണ്ടാവും. ആ റേഞ്ച് ഓഫ് എനർജി ഉള്ള സ്ഥലത്തൂടെ മാത്രമേ ഈ ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുള്ളൂ. ആ ഓർബിറ്റുകളെ പ്രത്യേകത, അതിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ആറ്റത്തില് ന്യൂക്ലിയസിന് ചുറ്റും സ്പെഷ്യൽ ഓർബിറ്റുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല? It does not radiate energy. അവര് എനർജി റേഡിയേറ്റ് ചെയ്യുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നമാണല്ലോ, മാക്സ്വെല്ലിന്റെ തിയറി പ്രകാരം ഈ എനർജി റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എനർജി കണ്ടിന്യൂസ് ആയി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്പൈറൽ ഷേപ്പിലേക്ക് ഷ്രിങ്ക് ചെയ്യുന്നു, അവസാനം ന്യൂക്ലിയസ് വന്ന് ഫാൾ ചെയ്യുന്നുള്ളതായിരുന്നു പ്രശ്നം.
അപ്പോൾ നീൽസ് ബോർ പറയുന്നത് ഇവർ സഞ്ചരിക്കുന്ന പെർട്ടിക്കുലർ ഒരു സ്പെഷ്യൽ ഓർബിറ്റിലൂടെയാണ്. അവിടെ അയാൾക്ക് ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ട്. ആ എനർജി ലെവലുള്ള ഓർബിറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ ദേ ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വിത്തൗട്ട് റേഡിയേറ്റിംഗ് എനർജി എന്നാണ് ആദ്യത്തെ ഇയാളുടെ പോസ്റ്റുലേറ്റ്സ്. അയാളുടെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ആണ് കേട്ടോ. കുറച്ച് ഊഹങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എങ്ങനെയാണ്. രണ്ടാമതായിട്ട് നീൽസ് ബോർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പറഞ്ഞ ഓർബിറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ചുമ്മാ വെച്ചതൊന്നുമല്ല. അത് ആ ഓർബിറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോൺസിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്, ആ ഇലക്ട്രോൺസിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്, ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോൺസിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ഈക്വൽ ആയിരിക്കും. ദി ആംഗുലാർ momentum of electrons in each orbit is an integral multiple of h/2π. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, നിങ്ങൾക്ക് അറിയായിരിക്കും. E is equal to h nu എന്ന് പറയുന്ന ആ ഇക്വേഷനകത്ത് വരുന്ന h, അതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പൊ ഈ h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് ആംഗുലാർ മൊമെന്റം വരുന്ന രീതിയിലാണ് ഓരോ ഇലക്ട്രോൺസും ഓരോ ഓർബിറ്റിലും അറേഞ്ച്, അല്ലെങ്കിൽ ആ ഓർബിറ്റുകൾ ആ രീതിയിലാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. മൂന്നാമതായിട്ട് നീൽസ് ബോർ പറയുന്നത്, മൂന്നാമത്തെ പ്രശ്നം എന്തായിരുന്നു? ഹൈഡ്രജൻ സ്പെക്ട്രം അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നതാണ് റുദർഫോർഡിന് പറ്റിയ മൂന്നാമത്തെ അബദ്ധം അല്ലേ. അപ്പൊ നീൽസ് ബോർ പറയാണ് ഇലക്ട്രോൺസിന് എനർജി അക്വയർ ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എനർജി റേഡിയേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്താനും പറ്റും. അതായത് അപ്പർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് എനർജി റേഡിയേറ്റ് ചെയ്തുകൊണ്ടും ലോവർ ലെവലിൽ നിന്ന് അപ്പർ ലെവലിലേക്ക് എനർജി അക്വയർ ചെയ്തുകൊണ്ടും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസിഷൻസ് നടത്താൻ പറ്റും. അതായത് ഇലക്ട്രോൺസ് ഈ ഓർബിറ്റുകളിൽ വെറുതെ ഇരിക്കുന്നല്ല, അവർ റിവോൾവ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അവർക്ക് വേണമെങ്കിൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് അപ്പർ ലെവലിലേക്കോ, എനർജി അക്വയർ ചെയ്തുകൊണ്ട് അപ്പർ ലെവലിലേക്കോ, എനർജി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോവർ ലെവലിലേക്കോ പോവാൻ പറ്റും എന്നാണ് മൂന്നാമതായിട്ട് നീൽസ് ബോർ പറയുന്നത്. ഇങ്ങനെ എനർജി അവർ പുറത്തേക്ക് വിടുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ രൂപത്തിലായിരിക്കും. ഈ താഴ്ന്ന ലെവലിലേക്ക് വരണമെങ്കിലേ എനർജി അവര് പുറത്തേക്ക് വിടുന്നത് എങ്ങനെയായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ രൂപത്തിലായിരിക്കും. ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് നമ്മൾ ഈ ലൈൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്ന ആ സാധനം. നമ്മൾ ലൈൻ സ്പെക്ട്രത്തിനകത്ത് അടയാളപ്പെടുത്തുന്ന ആരെയാണ്? ഈ ട്രാൻസിഷൻസ് നടക്കുമ്പോൾ അവർ പുറത്തേക്ക് വിടുന്ന എനർജിയാണ് നമ്മൾ ലൈൻ സ്പെക്ട്രമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അത് ഒരു പെർട്ടിക്കുലർ വാല്യൂ മാത്രം വരുന്നു എന്നുള്ളത് കൂടി നീൽസ് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഹൈഡ്രജന്റെ കേസിൽ മാത്രമേ പുള്ളിക്കാരൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. മറ്റു പല എലമെന്റുകളുടെ കാര്യത്തിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തുകൊണ്ടാണ് അവർ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിനകത്ത്, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിനകത്ത് മാത്രമുള്ള ഈ റേഡിയേഷൻസ് പുറത്തേക്ക് വിടുന്നുള്ള കാര്യം കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞ എത്രയാണ്? റുദർഫോർഡിന്റെ ഡ്രോബാക്കുകൾ പരിഹരിക്കാൻ ക്വാണ്ടം തിയറിയുടെ കൂടെ സഹായത്തോടെ നീൽസ് ബോർ പരിഷ്കരിച്ചതാണ് നീൽസ് ബോറിന്റെ ആറ്റം മോഡല്. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് ഒക്കെ അങ്ങനെ തന്നെ വെക്കുന്നു. സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. നിയർലി ഹോൾ മാസും അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. റിവോൾവ് ചെയ്യാൻ വേണ്ട നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇത്രയും കാര്യത്തിൽ നീൽസ് ബോറിന് റുദർഫോർഡുമായി യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എവിടെയാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്? നീൽസ് ബോർ പറയുന്നത് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സ്പെഷ്യലൈസ്ഡ് പാത്ത് വിച്ച് ഈസ് കോൾഡ് ഓർബിറ്റ്സ്. ഓർബിറ്റിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ ഓർബിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കൊരു പെർട്ടിക്കുലർ എനർജി ലെവൽ ഉണ്ട്. അവിടെ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വിത്തൗട്ട് റേഡിയേറ്റിംഗ് എനർജി. അല്ലേ? അവര് എനർജി റേഡിയേറ്റ് ചെയ്യാതെയാണ് അവര് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ സ്റ്റെബിലിറ്റിന്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇയാൾ പറയുന്നത് എന്താണ്? ഈ ഓർബിറ്റുകൾ നമ്മൾ വിളിക്കുക സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്നാട്ടോ. സ്റ്റേഷനറി ഓർബിറ്റ്സ്, കാരണം എനർജിയിലൊന്നും ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒന്നാമതായിട്ട് പറഞ്ഞത്. അപ്പം അവരൊക്കെ ഫിക്സഡ് ആയ പാത്തിലൂടെയാണ് പോകുന്നത്. രണ്ടാമതായിട്ട് നീൽസ് ബോർ എന്താ പറഞ്ഞത്? നീൽസ് ബോർ പറഞ്ഞത് ഈ ഓർബിറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാത്തുകളാണ്, ഈ പാത്തുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏത് രീതിയിലാന്ന് വെച്ചാൽ, ഈ പാത്തിലൂടെ ഒരു ഇലക്ട്രോൺ സഞ്ചരിക്കുമ്പോൾ
ആ ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം നമ്മൾ എന്താ പറയാ, എൽ എന്നല്ലേ പറയാ, എൽ. ഈ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കണം? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ഈക്വൽ ആയിരിക്കണം. അതായത് ഒന്നാമത്തെ ഓർബിറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം h/2π ആണെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും? അത് 2h/2π ആയിരിക്കും. ആ രീതിയിലാണ് എന്ത് ചെയ്യുക, ഇയാളുടെ ഈ ഓർബിറ്റുകൾ അറേഞ്ച് ചെയ്യാം. അപ്പം ഈ എൽ എന്ന് പറഞ്ഞ MVR ആണ് കേട്ടോ, MV × R, നിങ്ങൾക്കറിയാം ഇക്വേഷൻ. അപ്പോ ഇയാളുടെ റേഡിയസ് ക്രമീകരിക്കുന്നത് ഈ രീതിയിലാണ്. ഇയാളുടെ റേഡിയസ് എങ്ങനെയാണ് രണ്ടാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് വരുന്നതെന്ന് ചോദിച്ചാൽ NH/2π/MV എന്നുള്ള രീതിയിലാണ് റേഡിയസ് കൂടി വരിക. ഓക്കെ, ഇവിടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. മൂന്നാമത്തെ ആളുടെ ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3h/2π ആയിരിക്കും. ഓക്കെ, അതിന് ഈക്വൽ ആയിട്ടുള്ള MVR അയാൾക്ക് വേണം. ഓക്കെ, അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസിനെ കറങ്ങാൻ വേണ്ട ഓർബിറ്റുകളെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അയാൾ പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസിന് ഒരേ ഓർബിറ്റിനെ തുടരേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുകിൽ അയാൾക്ക് എനർജി അക്വയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മുകളിലേക്ക്, അതായത് അപ്പർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അയാൾക്ക് എനർജി റിലീസ് ചെയ്തുകൊണ്ട്, Hν എന്ന് പറയുന്ന എനർജി റിലീസ് ചെയ്തുകൊണ്ട് ലോവർ ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസിഷൻ നടത്താൻ പറ്റും ലോവർ ലെവലിലേക്ക്. ഓക്കെ, ഇങ്ങനെയുള്ള എക്സൈറ്റേഷനുകൾ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ട്രാൻസിഷനുകൾ പോസിബിൾ ആണ്. ഇങ്ങനെ ട്രാൻസിഷൻ നടത്തുമ്പോൾ അപ്പർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് വരുന്നതെങ്കിൽ അവര് ലൈറ്റ് പുറത്തേക്ക് വിടും. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പുറത്തേക്ക് വിടും. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് ലൈൻ സ്പെക്ട്രങ്ങളുടെ കാരണം. അതെന്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ മാത്രം വരുന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇതാണ് നീൽസ് ബോറിന്റെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്, പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 3 പോസ്റ്റുലേറ്റ് എഴുതുക, എന്നിട്ട് ഈ ചിത്രങ്ങൾ വരയ്ക്കുക, എന്നിട്ട് ഈ ഇക്വേഷൻ കൂടെ അവിടെ നിന്ന് എഴുതി വെക്കണം. L = NH/2π or MVR = NH/2π. ഇത് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആണ്. ഒന്നാമത്തെ നമുക്കറിയാം ആ ഓർബിറ്റുകളെ കുറിച്ചുള്ളത്, രണ്ടാമത്തെ അവരുടെ ആംഗുലാർ മൊമെന്റത്തെ കുറിച്ച്, മൂന്നാമത്തത് ഇവര് എന്ത് ചെയ്യും? ട്രാൻസിഷൻ നടത്തും. ട്രാൻസിഷൻ നടത്തുമ്പോൾ ഇവര് പുറത്തേക്ക് വിടും. ഞാൻ പറഞ്ഞു ഇവിടെ Hν എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിടും അല്ലെ. അപ്പം ഇത് E2, ഇത് E1 ആണെന്ന് വിചാരിക്കാം. അപ്പർ ലെവൽ E2, ലോവർ ലെവൽ E1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പുറത്തേക്ക് വിടുന്ന എനർജി എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആയിരിക്കും? അതും കൂടെ മൂന്നാമത്തെ പോസ്റ്റുലേറ്റിനകത്ത് ബോർ പറയുന്നു E2 - E1. ഇവരുടെ ഈ എനർജി ലെവലിലെ ഡിഫറൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? പുറത്തേക്ക് വിടുന്ന എനർജി എന്ന് പറയും. കാരണം ഇവിടെ ഇയാൾക്ക് ഒരു 10 ജൂൾ ഉണ്ട്, ഇവിടെ ഇയാൾക്ക് 5 ജൂൾ മതി. അങ്ങനെയാണ് എത്ര പുറത്തേക്ക് വിടണം? 5 ജൂൾ പുറത്തേക്ക് വിടണം. 10 - 5 അല്ലേ? അപ്പം 5 ജൂൾ പുറത്തേക്ക് വിടും. സോ E2 - E1 എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആയിരിക്കും? Hνക്ക് ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ പോസ്റ്റുലേറ്റിന്റെ കൂടെ താഴെ എഴുതി വെക്കുന്ന സാധനമാണ് E2 - E1 = Hν. അപ്പർ ലെവൽ എനർജി മൈനസ് ലോവർ ലെവൽ എനർജി. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നീൽസ് ബോറിന്റെ പോസ്റ്റുലേറ്റ്സ് ആയിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് പറഞ്ഞ ബോറിന്റെ ആറ്റം മോഡലിൽ ബന്ധപ്പെട്ട് പറഞ്ഞ ആ നോട്ടാണ്. നോട്ട് ഇതാണ്. 3 പോസ്റ്റുലേറ്റ്സ്, അത് മാത്രമേ ഉള്ളൂ. പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ആറ്റം. ഒന്നാമത്തെ, ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ റിവോൾവ് ഇൻ സർട്ടൻ സ്റ്റേബിൾ ഓർബിറ്റ് വിത്തൗട്ട് റേഡിയേറ്റിംഗ് എനർജി. ഈ ഓർബിറ്റുകളെ നമ്മൾ എന്ത് വിളിക്കാം? സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഒന്നാമത്തെ. രണ്ടാമത്തെ, ഇലക്ട്രോൺസ് ക്യാൻ റിവോൾവ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ് in which their angular momentum is an integral multiple of h/2π. h/2π എന്ന് പറയുന്ന ആംഗുലാർ മൊമെന്റം വരുന്ന ഓർബിറ്റിലൂടെ മാത്രമേ ഇലക്ട്രോൺസിന് കറങ്ങാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് L = NH/2π. L എന്തായിരിക്കണം? NH/2π ആയിരിക്കണം. ഓർ MVR = NH/2π ആയിരിക്കണം. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4 എക്സെട്ര ഇൻഡിജേഴ്സ് ആണ് അല്ലെ. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന. അപ്പം 1, 2, 3, 4 ഇൻഡിജർ ആണ്. ഇനി മൂന്നാമത്തെ, ഇലക്ട്രോൺസ് might make transitions from one higher orbit to lower orbit. നമുക്ക് one orbit to another എന്ന് വിളിക്കാം. Another orbit. Then they emit the energy
equivalent to the energy gap. അവർക്കിടയിലുള്ള എനർജി ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും, താഴേക്കാണ് വരുന്നതെങ്കിൽ എമിറ്റ് ചെയ്യും, മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ ദേ എമിറ്റ് എനർജി equivalent to the energy gap in the form of radiations. റേഡിയേഷൻ രൂപത്തിലാണ് പുറത്തേക്ക് വിടുക. അപ്പൊ നമുക്കറിയാം റേഡിയേഷൻ പുറത്തേക്ക് വിടുമ്പോൾ ആ വേവ് ആണ് അല്ലേ, വേവ് ആണ്. അപ്പൊ അവർക്ക് ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസിയാണ് ന്യൂ എന്ന് പറയുന്നത്. ആ പുറത്തേക്ക് വിടുന്ന ലൈറ്റിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസിയാണ് ന്യൂ. അങ്ങനെയാണെങ്കിൽ E2 - E1 അവർക്കിടയിലുള്ള ആ എനർജി ഗ്യാപ്പ് ആണ് E2 - E1 എന്ന് പറയുന്നത്. ഈക്വൽ ടു എന്തായിരിക്കും, hν ആയിരിക്കും. അല്ലെങ്കിൽ hν ഈക്വൽ ടു ആ എനർജി ഗ്യാപ്പ് ആയിരിക്കും അല്ലേ. അപ്പം hν എന്ന് പറഞ്ഞാൽ ആ ലൈറ്റിന്റെ എനർജി ആണ് കേട്ടോ, hν. അപ്പോൾ hν ഈക്വൽ ടു E2 - E1. ഇതാണ് മൂന്നാമത്തെ. വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഈ 3 പോസ്റ്റുലേറ്റ്സ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കും.